തിരുവനന്തപുരം കോർപ്പറേഷൻ ആകെ പൊല്ലാപ്പിലാണ്. ഭരണ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ ദിവസം 20ഓളം കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി കോടതി പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ അവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു, പുനഃപ്രതിജ്ഞ ചെയ്ത് അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു. ഈ പ്രതിജ്ഞയിൽ നമ്മുടെ ഭരണഘടന തന്നെ ഒരു അധികാര സ്ഥാനത്തേക്ക് ജനപ്രതിനിധിയായി എത്തുമ്പോൾ എടുക്കുന്ന പ്രതിജ്ഞയ്ക്ക് ദൈവനാമത്തിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ പേരിൽ അങ്ങനെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യാം. അല്ലാതെ ഓരോരോ ഈ കണ്ണിൽ കണ്ട മുക്കിനിരിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ, ഇഷ്ടദൈവങ്ങളുടെ പേരിലൊന്നും സത്യപ്രതിജ്ഞ ചെയ്യാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ പേരിലൊന്നും സത്യപ്രതിജ്ഞ ചെയ്യാൻ ആരെയും അനുവദിക്കുന്നില്ല. പ്രതിജ്ഞയ്ക്ക് പ്രതിജ്ഞയുടേതായ ഒരു മാനദണ്ഡവും മൂല്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് എനിക്കോ നിങ്ങൾക്കോ ഇഷ്ടം പോലെ തോന്നിയതുപോലെ തിരുത്താൻ കഴിയുകയില്ല. അപ്പോ ഈ 20 പേരും അവർക്ക് തോന്നിയതുപോലെ അവര് BJP-ക്കാരാണ്, ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായ ആളുകളാണ്, ഞങ്ങൾ പത്മനാഭന്റെ ആളുകളാണ്, ശബരിമല സ്വാമിയുടെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമാണ് ഈ നിർദ്ദേശിക്കപ്പെട്ട പ്രതിജ്ഞ അവർക്ക് തോന്നിയതുപോലെ ചൊല്ലിയത്. അതാണ് കോടതി ഇടപെട്ട് അസാധുവാക്കുകയും അവർ പ്രതിജ്ഞ ചൊല്ലി വീണ്ടും കസേരകളിൽ ഇരിപ്പ് ഉറപ്പിക്കുകയും. അപ്പോഴും വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് 100 സീറ്റുകളുള്ള ഈ കോർപ്പറേഷനിൽ 101 സീറ്റുകളുള്ള ഈ കോർപ്പറേഷനിൽ 51 സീറ്റെങ്കിലും വേണം ഭൂരിപക്ഷത്തിന്. BJP-ക്ക് 50 സീറ്റുണ്ട്. ഒരു സീറ്റ് എന്ന് പറയുന്നത് പാറ്റൂർ രാധാകൃഷ്ണന്റെ സീറ്റാണ്. പാറ്റൂരിൽ കണ്ണമൂലയിൽ നിന്ന് ജയിച്ചു വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പാറ്റൂർ രാധാകൃഷ്ണൻ അവന്റെ ദീർഘകാല സുഹൃത്താണ്, ഇപ്പോഴും സുഹൃത്താണ്. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഒക്കെ സാരഥ്യത്തിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ വളരെ ഭരണ നൈപുണ്യമുള്ള വ്യക്തിയാണ്, വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടിയാണ് BJP VV രാജേഷ് ഈ ഞെളിഞ്ഞു നടക്കുന്നത്. VV രാജേഷ് ഇന്ന് ഭരണതന്ത്രങ്ങൾ ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് പോലും ഈ രാധാകൃഷ്ണൻ ആയിരിക്കാനാണ് സാധ്യത. അല്ലാതെ VV രാജേഷിന് വ്യക്തമായ കഴിവോ ഗുണമോ ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ കാലേ കണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ 5 വർഷം കൊണ്ട് എന്തെങ്കിലും കഴിവുകൾ ആർജിക്കുന്നെങ്കിലേ ഉള്ളൂ. ഇത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് സുഗതൻ എന്ന് പറയുന്ന കാപ്പ കേസിലെ പ്രതി ഇപ്പോഴും അകത്താണ്. അയാൾക്ക് തുടർച്ചയായി 3-4 കൗൺസിലുകളിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട്. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ടപ്പോൾ സുഗതന്റെ സത്യപ്രതിജ്ഞയും അസാധുവാണ്. സുഗതനെ ഇനി പുറത്തിറക്കി സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പൊ സുഗതന് ജാമ്യം കിട്ടണം. അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് തലസ്ഥാനത്തെ പല BJP നേതാക്കളും, പ്രത്യേകിച്ച് VV രാജേഷും അതുപോലെ തന്നെ നഗരസഭ ഭരണസമിതിയിൽപ്പെട്ട പല കൗൺസിലർമാരും ഓടുകയാണ്. സുഗതനെ ഇറക്കിയില്ലെങ്കിൽ സീറ്റ് 50 പോകും. പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണയുണ്ടെങ്കിലും 50 ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ചില അണ്ടർഗ്രൗണ്ട് ഏർപ്പാടും ചെയ്യുന്നുണ്ട്. ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ കുതിരക്കച്ചവടം, ആളുകളെ കൂടെ നിർത്താനുള്ള ശ്രമം, പിന്തുണ ലഭിക്കാനുള്ള ശ്രമവും ചില കോണുകളിൽ നിന്ന് നടത്തുന്നുണ്ട്. ചില വൻ വാഗ്ദാനങ്ങളൊക്കെ ചില ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന കരക്കമ്പിയും പ്രചരിക്കുന്നുണ്ട്. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. ഏതായാലും തിരുവനന്തപുരം നഗരസഭ വൻപിച്ച ഭരണ പ്രതിസന്ധി അനുഭവപ്പെടുന്നുണ്ട്. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ പോയാൽ ഭൂരിപക്ഷം കുറയും, നഗരസഭ വീഴും. ഒപ്പം ഈ പുറമേയുള്ള ആളുകളെ പാറ്റൂർ രാധാകൃഷ്ണൻ പിന്തുണയ്ക്കാൻ, പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടി നമുക്ക് യോജിച്ച് ഇന്ത്യ മുന്നണിയായി നഗരസഭ ഭരിക്കാമെന്നൊരു തീരുമാനം UDF-ഉം LDF-ഉം പാറ്റൂർ രാധാകൃഷ്ണൻ കൂടി എടുത്തു കഴിഞ്ഞാൽ VV രാജേഷിന്റെയൊക്കെ മേയർ പദവിയൊക്കെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയിരിക്കുമെന്നതിലും തർക്കമില്ല.